ഒരു വിമാനം, 2 യാത്രക്കാർ, ലോകത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ. പക്ഷേ ഇന്നുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. 1937 ജൂലൈ 2 ലോകം ചുറ്റി പറക്കുന്ന ചരിത്ര ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു പ്രശസ്ത വനിതാ പൈലറ്റ് അമേലിയ ഇയർഹാർട്ടും നാവിഗേറ്റർ ഫ്രെഡ് ന്യൂമാനും. അവരുടെ അവസാന റേഡിയോ സന്ദേശത്തിന് ശേഷം എല്ലാം നിശബ്ദമായി. വിമാനവും അതിലുണ്ടായിരുന്ന 2 പേരും ഒരു സൂചന പോലും ബാക്കിവെക്കാതെ അപ്രത്യക്ഷരായി. ഇതാണ് ദി അമേലിയ ഇയർഹാർട്ട് മിസ്റ്ററി. 1930കളിൽ വിമാനയാത്ര വളരെ അപകടം പിടിച്ച കാലമായിരുന്നു. ആ സമയത്ത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ വ്യക്തിയായിരുന്നു അമേലിയ ഇയർഹാർട്ട്. അറ്റ്ലാന്റിക് സമുദ്രം ഒറ്റയ്ക്ക് വിമാനം പറന്നു കടന്ന ആദ്യ വനിത. ധൈര്യത്തിൻ്റെയും സാഹസികതയുടെയും പ്രതീകമായി ലോകം അവരെ കണ്ടു. എന്നാൽ അവളുടെ ഏറ്റവും വലിയ സ്വപ്നം ഇനിയും ബാക്കിയായിരുന്നു: ലോകം മുഴുവൻ വിമാനം പറന്നു ചുറ്റുക. 1937 ലോക്ഹീഡ് ഇലക്ട്ര വിമാനത്തിൽ ലോകം ചുറ്റുന്ന യാത്ര ആരംഭിച്ചു. ആയിരക്കണക്കിന് കിലോമീറ്റർ പിന്നിട്ടു അവസാന ഘട്ടത്തിലേക്ക് അവരെത്തി. അടുത്ത ലക്ഷ്യം പസഫിക് സമുദ്രത്തിൻ്റെ നടുവിലുള്ള ചെറിയ ഹൗലൻഡ് ഐലൻഡായിരുന്നു. അവിടെ ഇറങ്ങിയാൽ ചരിത്രം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ ആ ചെറിയ ദ്വീപ് കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. 1937 ജൂലൈ 2 രാവിലെ അമേലിയ ഇയർഹാർട്ട് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് കപ്പലായ ഇറ്റാസ്കയുമായി റേഡിയോ വഴി ബന്ധപ്പെട്ടു. അവളുടെ ശബ്ദത്തിൽ ആശങ്ക വ്യക്തമായിരുന്നു. ഇന്ധനം തീരുകയാണ്, ദ്വീപ് കാണുന്നില്ല. അവസാനമായി രേഖപ്പെടുത്തിയ സന്ദേശം: "വി ആർ ഓൺ ദ ലൈൻ, വി കനോട്ട് സീ യു." അതിനുശേഷം റേഡിയോ പൂർണ്ണമായും നിശബ്ദമായി. അമേരിക്കൻ സർക്കാർ ഉടനെ തിരച്ചിൽ ആരംഭിച്ചു. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സെർച്ച് ഓപ്പറേഷനായിരുന്നു അത്. വിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, നൂറുകണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ സമുദ്രം പരിശോധിച്ചു. എന്നാൽ ഒരു അവശിഷ്ടം പോലും കണ്ടെത്താനായില്ല. ഈ ദുരൂഹ അപ്രത്യക്ഷമാകലിന് നിരവധി തിയറികളുണ്ട്. ആദ്യത്തേത്, ഇന്ധനം തീർന്നതിനാൽ വിമാനം സമുദ്രത്തിന് തകർന്നു വീണു. ഇതാണ് പല ചരിത്രകാരന്മാരും ഏറ്റവും സാധ്യതയുള്ള വിശദീകരണമായി കാണുന്നത്. രണ്ടാമത്തെ തിയറി, വിമാനം മറ്റൊരു ചെറിയ ദ്വീപിൽ അടിയന്തരമായി ഇറങ്ങിയിരിക്കാം. അവിടെ അവർ ദിവസങ്ങളോളം ജീവിച്ചിരിക്കാമെന്നും ചിലർ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ തിയറി, ജപ്പാൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് വിമാനം എത്തിയെന്നും അവർ പിടിക്കപ്പെട്ടെന്നും ചില കഥകൾ പറയുന്നു. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. പതിറ്റാണ്ടുകളായി നിരവധി ഗവേഷണ സംഘങ്ങൾ അന്വേഷണം തുടരുന്നു. ആഴക്കടൽ റോബോട്ടുകൾ, സോണാർ സ്കാനുകൾ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ, പഴയ രേഖകളുടെ പുനർപരിശോധന എല്ലാം നടത്തി. ചില വസ്തുക്കൾ കണ്ടെത്താനായെങ്കിലും അവ അമേലിയ ഇയർഹാർട്ടുമായി ഉറപ്പായി ബന്ധിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ്. ആഴവും വിസ്തൃതിയും കാരണം ചെറിയൊരു വിമാനം കണ്ടെത്തുക ഇന്നും അതീവ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ രഹസ്യം തുടരുന്നത്. ഒരു ധീര വനിതാ പൈലറ്റ്, ഒരു ചരിത്രയാത്ര, ഒരു അവസാന റേഡിയോ സന്ദേശം, പിന്നീട് നിശബ്ദത മാത്രം. അമേലിയ ഇയർഹാർട്ടിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവളുടെ വിമാനം ഇന്നും പസഫിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണോ? അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താത്ത മറ്റൊരു സത്യമാണോ ഇതിന് പിന്നിൽ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.